ഏത്തയ്ക്ക ഉണക്കമീൻ കറി തയ്യാറാക്കുന്നതിന് നമുക്ക് ആദ്യം ഒന്ന് ഏത്തയ്ക്ക ഒന്ന് തൊലി കളഞ്ഞൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ നീളമുള്ള കഷ്ണങ്ങളായിട്ടാണ് ഏത്തയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കേണ്ടുന്നത്. കായ ഉണക്കമീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകളെല്ലാം നമുക്കിനി ചട്ടിയിലേക്ക് ചേർക്കാം. അപ്പോൾ ഇനി ഉണക്കമീൻ ആദ്യം ചേർക്കുന്ന ഉണക്കമീൻ വൃത്തിയാക്കി കഴുകി എടുത്തതാണ്. അപ്പോൾ കടവരാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 2 കടവരാൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞെടുത്ത ഏത്തയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ഏത്തയ്ക്കയാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഒരു പകുതി മുരിങ്ങയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക്, അതൊന്ന് നീളത്തിൽ കീറി അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണ്. ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ആ അരപ്പിന്റെ ബാക്കി ഒന്ന് കലക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്തിട്ടൊന്ന് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് കറി ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഉണക്കമീനിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നോക്കിയതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി ചേർക്കാം. അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് ഉലുവയാണ്. ഒരു 2 നുള്ളി ഉലുവ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവ പൊടിയും ചേർക്കാവുന്നതാണ്. അതിനുശേഷം കുടംപുളി 2 കഷ്ണം അതുകൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ. അപ്പോൾ കായൊക്കെ നന്നായിട്ടൊന്ന് ഉണക്കമീനും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അധികം ഇളക്കരുത്. ഇളക്കിയാൽ കായായാലും ശരി ഉണക്കമീനായാലും ഒന്ന് പൊടിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കായ ഉണക്കമീൻ കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.